എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ ജീവിത നിലവാരം കൂടാൻ സഹായിച്ച 5 കാര്യങ്ങൾ. ഇപ്പോഴത്തെ കാലത്താണ് ജീവിക്കാൻ വളരെയധികം നല്ലത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം പകർച്ചവ്യാധികളായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ബ്യൂബോണിക് പ്ലാക്ക്. അത് പണ്ടത്തെ കാലത്ത് ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഒരു പകർച്ചവ്യാധിയായിരുന്നു. അത് ഇറ്റലിയിലെ ഒരു ഷിപ്പിൽ നിന്ന് വന്ന എലികളിൽ നിന്നാണ് ഉണ്ടായത്. അത് ബാധിച്ചതോടുകൂടി ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിലെ എല്ലാവർക്കും ആ രോഗം ബാധിക്കുകയും മരണത്തിലേക്ക് വരികയും ചെയ്തു. അതുമാത്രമല്ല, ഈ രോഗം ബാധിച്ചതോടൊപ്പം കർഷകരുടെ ക്ഷാമവും ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതോടൊപ്പം ഉണ്ടായി. അപ്പോൾ പകർച്ചവ്യാധികൾ പണ്ടത്തെ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇനി വരാനിരിക്കുന്ന കാലം കാലാവസ്ഥാ വ്യതിയാനം മൂലം പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കാലം ജീവിക്കാൻ വളരെയധികം സുന്ദരമാണ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ജീവിത നിലവാരം വർദ്ധിക്കാനും ജനസംഖ്യാ വർധനത്തിനും സഹായിച്ച 5 ഘടകങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം. രാസവസ്തുക്കളുടെ ഉദാഹരണം എന്ന് പറയുന്നത് നൈട്രജൻ തന്നെയാണ്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും കണ്ടുപിടുത്തത്തോടെയാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായത്. നമുക്കറിയാം, ഇപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം ഭക്ഷണം ലഭ്യതയും കൂടണമെങ്കിൽ രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉപയോഗം അത്യാവശ്യം തന്നെയാണ്. വിളകൾ പെട്ടെന്ന് വളരാനും ഒക്കെ അത് ഉപകാരമാകും. പക്ഷേങ്കിൽ അതിലും ചില അപകടമായ കാര്യങ്ങളുമുണ്ട്. അതിൽ രണ്ടാമത്തെ ഒരു കാര്യമാണ് വാക്സിനേഷൻ. ഇത് മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അതുമാത്രമല്ല, അപകടകാരികളായ പകർച്ചവ്യാധികളിൽ നിന്നും മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനും ഇത് വളരെയധികം സഹായിച്ചു. പക്ഷേങ്കിൽ ഇപ്പോഴും ചിലർ പറയുന്നത് വാക്സിനുകൾ അപകടകാരികളാണെന്നും അത് ഉപയോഗിക്കരുതുമെന്നുമൊക്കെയാണ്. അത് വളരെയധികം തെറ്റായ ഒരു ചിന്താഗതി തന്നെയാണ്. നമ്മുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ സഹായിച്ച മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകളാണ്. പണ്ടത്തെ കാലത്ത് മരണനിരക്കും ജനിക്കുന്ന നിരക്കും ഒരേപോലെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജനിക്കുന്ന നിരക്ക് മാത്രമാണ് വർദ്ധിക്കുന്നത്. മരണനിരക്ക് ഇപ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. അതിലേറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തന്നെയാണ്. കാരണം പണ്ടത്തെ കാലത്ത് പല രോഗങ്ങൾ ബാധിച്ചും മരണമുണ്ടായിരുന്നു. കുട്ടികളിൽ തന്നെ ശിശുമരണ നിരക്ക് പണ്ടത്തെ കാലത്ത് വളരെ കൂടുതലായിരുന്നു. പക്ഷേങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തത്തോടെ ശിശുമരണ നിരക്ക് കുറയാൻ കാരണമായി. അതിൽ നാലാമത്തേതാണ് നല്ല ശുദ്ധജലത്തിൻ്റെ ഉപയോഗം. പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരുന്നത് വയറിളക്കം കൊണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് മനസ്സിലായി വയറിളക്കം വരാൻ ഏറ്റവും കൂടുതൽ കാരണക്കാരായത് ജലം തന്നെയായിരുന്നു. പണ്ടത്തെ കാലത്തെ ജനങ്ങൾ മോശമായ വെള്ളം കുടിക്കുകയും അങ്ങനെ വയറിളക്കം ബാധിച്ചു മരിക്കുകയും ചെയ്യുന്നു. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലായി ഏത് വെള്ളമാണ് കുടിക്കാൻ നല്ലതെന്നും ഏതാണ് മോശമെന്നും. അങ്ങനെ മനസ്സിലായതോടെ വയറിളക്കം ബാധിച്ച് മരണം കുറഞ്ഞു വരികയാണ്. അഞ്ചാമത്തേതാണ് സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഘടകങ്ങളാണ് മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിക്കാൻ സഹായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.